മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എള്ള് പായസമാണ്. അതിന് ഞാൻ 100 ഗ്രാം എള്ളെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ സെയിം അളവിൽ തന്നെ 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്, ഒരു 250 ml പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എള്ള് പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ശർക്കരയൊന്ന് ഉരുക്കി നമുക്ക് അരിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കാദ്യം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം മുന്തിരിങ്ങയും തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്. ഈ എള്ള് പായസത്തിന് സാധാരണ കറുത്ത മുന്തിരിങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് കോരിയെടുക്കാം. നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പല്ല ചേർക്കുന്നത്, തേങ്ങയും മുന്തിരിങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, കുഴപ്പമില്ല. ഞാനിവിടെ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ലൊരു ബ്രൗൺ കളർ ആവണം. അപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിനകത്ത് എള്ളിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും മുന്തിരിങ്ങയും വറുത്ത നെയ്യിൽ തന്നെ എള്ളിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇതിനകത്ത് നല്ലോണം ഒന്ന് പിടിക്കണം. കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മധുരമൊക്കെ ഈ എള്ളിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പാലൊഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. കറുത്ത മുന്തിരിങ്ങയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എള്ള് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി ഇരിക്കുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിനി തീ ഓഫ് ചെയ്തു. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ എള്ള് പായസം റെഡി ആയിട്ടുണ്ട്.
ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണം. നെയ്യുടെയൊക്കെ നല്ല മണമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻസൊക്കെ അയക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ see you.